ഹായ് ഫ്രണ്ട്സ്, ടെക് പൊടിക്കകളുടെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു പ്രചോദനം ആകുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഫേസ്ബുക്കും മെസ്സഞ്ചറിലും അധികമാർക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അധികമാർക്കും അറിയാത്ത ചെറിയ ചെറിയ ഫീച്ചറുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ അധികം സമയം കളയുന്നില്ല, നമുക്ക് ഈ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഒരു മെസ്സഞ്ചറിലുള്ള ഒരു ട്രിക്കാണ്. അതായത് നമ്മളുടെ ഫോണിലേക്ക് അൺനോൺ നമ്പറിൽ നിന്ന് ഏതെങ്കിലും ഒരു കോൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആരാണെന്ന് അറിയാനായിട്ട് നമ്മൾ ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ആ നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരുപക്ഷെ ആ വ്യക്തിയുടെ പേര് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം, അയാളെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും ചിലപ്പോൾ അതിൽ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ മെസ്സഞ്ചറിലുള്ള ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ നമ്പർ വെച്ച് നമുക്ക് വന്ന നമ്പറിൽ നിന്ന് ഒരു ഫേസ്ബുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മെസ്സഞ്ചറിൻ്റെ മുകളിൽ ആ നമ്പർ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ആരാണ് ആ നമ്പർ വെച്ച് ഫേസ്ബുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ആരാണ് വിളിക്കുന്നത് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഒരുപക്ഷെ ചിലർക്കൊക്കെ അറിയാവുന്ന ഒരു ട്രിക്കായിരിക്കും. നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത ട്രിക്ക് എന്താണെന്ന് പരിചയപ്പെടാം. നമ്മൾ എല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൽ പലതരത്തിലുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്റുകൾ, പലതരത്തിലുള്ള പോസ്റ്റുകൾ. അപ്പം ഏതെങ്കിലും ഒരു പോസ്റ്റ് നമുക്ക് ഇപ്പോൾ ഇഷ്ടമായിട്ട്, അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായ പോസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ആ പോസ്റ്റുകൾ നമുക്ക് നമ്മളുടെ ടൈം ലൈനിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു പോസ്റ്റ് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിലായിട്ട് ഒരു 3 ഡോട്ട്സ് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നൂസ്, അതാണ് ആരാണോ പോസ്റ്റ് ഇട്ടത് അവരെ നമുക്ക് 30 ദിവസത്തേക്ക് നമുക്ക് ആ ഒരു പോസ്റ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ 30 ദിവസത്തേക്ക് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് നമ്മളുടെ ടൈം ലൈനിലേക്ക് വരത്തില്ല. വളരെ നല്ലൊരു ഫീച്ചറാണ് ഫേസ്ബുക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഫീച്ചർ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അടുത്തത് മെസ്സഞ്ചറിലുള്ള ഒരു ട്രിക്ക് തന്നെയാണ്. അതായത് മെസ്സഞ്ചറിൽ ഇപ്പോൾ പുതുതായിട്ടൊരു വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഡാർക്ക് മോഡ് എന്ന് പറയുന്നത്. ആ ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഫീച്ചർ നമ്മളുടെ ബാറ്ററി സേവ് ചെയ്യാനും നമ്മളുടെ കണ്ണുകൾക്കൊക്കെ ഒരു നല്ലൊരു ഫീച്ചറാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെസ്സഞ്ചറിൻ്റെ മുകളിൽ നമ്മളുടെ പ്രൊഫൈൽ പിക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡാർക്ക് മോഡ്. ആ ഡാർക്ക് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. അത് കാരണം നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററി, അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ കണ്ണും ഒരു സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഈ ഫീച്ചറും ട്രൈ ചെയ്യുക. അടുത്ത ഫീച്ചർ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ മെസ്സഞ്ചറിൽ തന്നെയുള്ള ഒരു ഫീച്ചറാണ്. അതായത് നമ്മളുടെ ഗൂഗിൾ കീബോർഡിൽ അവിടെ ഒരു കോമയുണ്ട്. കോമയിൽ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോജി സെക്ഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിൽ ചില ഇമോജീസ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ മൂൺ ഇപ്പോൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂണിൻ്റെ ഒരു ഇമോജി വരുന്നതായിരിക്കും. അതിൽ നമ്മൾ ആർക്കെങ്കിലും സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആനിമേഷൻ, മൂൺ താഴേക്ക് വീഴുന്ന ഒരു ആനിമേഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ പല ആനിമേഷൻസ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിൽ ലവിൻ്റെ ഒരു സിമ്പിൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ലവിൻ്റെ ഒരു ആനിമേഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് കുറച്ച് നേരത്തെ ഇറങ്ങിയ ഒരു ഫീച്ചറാണ് മെസ്സഞ്ചറിൽ. എങ്കിൽ പോലും പല സുഹൃത്തുക്കൾക്കും ഈ ഒരു ഫീച്ചർ അറിയില്ല എന്ന് കരുതിക്കൊണ്ടാണ് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഫീച്ചർ ഏതാണെന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ ആ ഒരു സ്ഥലത്ത്, ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആ ഒരു സ്ഥലത്ത് ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ഫീച്ചർ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മുമ്പോട്ടുള്ള ഒരു ഫീച്ചറാണ്. ചില സുഹൃത്തുക്കൾക്ക് അറിയാം, ചില സുഹൃത്തുക്കൾ അറിയാമെങ്കിൽ പോലും മറന്നു പോയിട്ടുണ്ടാകും. അവർക്കായിട്ടൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. നമ്മൾ ഫേസ്ബുക്ക് ആപ്പിൻ്റെ മെനുവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ താഴെ നിങ്ങൾക്ക് നിയർ ബൈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക്, അതായത് നിങ്ങളുടെ ഫേസ്ബുക്കിലെ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളുടെ ലൊക്കേഷൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അവർ എത്ര കിലോമീറ്റർ ദൂരെയാണ്, അവർ ഏത് സ്ഥലത്താണ്. അതുപോലെ അങ്ങനെ നിങ്ങൾക്ക്
നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായിട്ടുള്ള സുഹൃത്തുക്കളുടെ ഒക്കെ ലൊക്കേഷൻ, അതായത് ലൈവ് ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ടുള്ള വളരെ നല്ലൊരു ഫീച്ചറാണ്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരുപാട് ടൈം ലൈനിൽ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ലൈക്ക് ചെയ്യുന്ന ഫോട്ടോസ് നമുക്ക് പിന്നീട് കാണണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് കാണാനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. സെർച്ചിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക ഫോട്ടോ ലൈക്ക്ഡ് ബൈ മീ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്ത എല്ലാ ഫോട്ടോകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും താഴോട്ട്. അങ്ങനെ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്ത ഫോട്ടോ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത ഫോട്ടോ കണ്ടെത്താനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു ഫീച്ചറാണിത്. അല്ലെങ്കിൽ അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ ഫീച്ചർ അല്ലെങ്കിൽ അധികമാർക്കും അറിയാത്ത കുറച്ച് ഫീച്ചറുകളായിരുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊക്കെ അറിയാവുന്നവർ ഈ ഒരു വീഡിയോ കാണുമായിരിക്കും. അവർ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കുക. അവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം കരുതുക. നമ്മൾക്ക് അറിയാത്ത സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വലിയ ലൈക്കും ഷെയറും ഒക്കെ നമ്മളുടെ ചാനലിൻ്റെ പ്രചോദനമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.